നമസ്കാരം. നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തും നമുക്ക് വേദനകൾ അനുഭവപ്പെടാറുണ്ട്. കാൽമുട്ടിന് വരാറുണ്ട്, നടുവിന് വരാറുണ്ട്, കഴുത്തിന് വരാറുണ്ട്, തോൾ ഭാഗത്ത് വരാറുണ്ട്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വേദനയാണ് തോളിന് അനുഭവപ്പെടുന്നത്. പലപ്പോഴും നമുക്ക് രാത്രി ഒന്ന് തിരിഞ്ഞ് കിടക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള വേദനകൾ ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം കൈ പൊന്തിക്കാനും പുറകോട്ട് കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാറുണ്ട്. പല രോഗാവസ്ഥകളിലും ഇത് കാണാറുണ്ട്. ഏറ്റവും സാധാരണയായി കാണുന്ന ഒന്ന് പ്രമേഹ രോഗമുള്ളവർക്കും തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർക്കും വരുന്ന ഫ്രോസൺ ഷോൾഡർ എന്ന അസുഖമാണ്. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, കൈ പൊന്തിക്കാൻ കഴിയില്ല, അതുപോലെ പുറകോട്ട് കൊണ്ടുപോകാനൊന്നും കഴിയില്ല, അസഹ്യമായ വേദനയായിരിക്കും. ചിലപ്പോൾ അതേപോലെ തന്നെ അങ്ങനെ നിന്ന് വരും, അനക്കാൻ കഴിയാതെ. മറ്റൊന്ന് നമുക്കറിയാം, സ്ട്രോക്ക് അഥവാ പക്ഷാഘാതമാണ്. പക്ഷാഘാതം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു വശം ആകെ തളർന്നു പോകും. ഈ കാലിന് സംഭവിക്കുന്ന പരിക്കൊക്കെ നമുക്കറിയാം, ചിലപ്പോൾ ആഴ്ചകൾ കൊണ്ട് സുഖമാവാറുണ്ട്. എന്നാൽ കയ്യിന് സംഭവിക്കുന്നത് ചിലപ്പോൾ മാസങ്ങൾ നീണ്ടു നിൽക്കും, ചിലപ്പോൾ അത് മാറിയില്ല എന്നൊക്കെ വരും. മറ്റൊന്ന് തേയ്മാനം കൊണ്ട് സംഭവിക്കുന്നതാണ്. തേയ്മാനത്തിൽ നമുക്കറിയാം, അസ്ഥികൾക്കാണ് പ്രശ്നം സംഭവിക്കുന്നത്. 3 അസ്ഥികളാണ് തോളിനുള്ളത്. അതുപോലെ എന്തെങ്കിലും അപകടം പറ്റിയാലും പരിക്ക് പറ്റിയാലും ഒക്കെ അസ്ഥികൾക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഏറ്റവും കൂടുതൽ നാം കാണാറുള്ളത് പേശികൾക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് വരുന്ന കൈ പൊന്തിക്കാനുള്ള വിഷമമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് റൊട്ടേറ്റർ കഫ് എന്ന പേശിയാണ്. നമ്മുടെ ഈ തോൾ ജോയിൻറ്റിനെയും മറ്റ് സമീപത്തുള്ള അസ്ഥികളെയൊക്കെ ബന്ധിപ്പിക്കുന്ന റൊട്ടേറ്റർ കഫ് എന്ന പേശി, അതുപോലെ ഇതിൻ്റെ ടെൻഡൻ അഥവാ കണ്ടര, ഇതിന് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ കാരണമാണ് നമുക്ക് കൈ പൊന്തിക്കാനുള്ള വിഷമവും വേദനയും ഒക്കെ അനുഭവപ്പെടുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് തുടർച്ചയായി ചിലപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വരും. അതേപോലെ മസാജ്, കിഴി ഒക്കെ ആയുർവേദത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എങ്ങനെയായാലും പൊതുവെ തോളിന് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ട് അധികമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഓക്കെ, നമസ്കാരം, താങ്ക് യു.